പ്രിയ മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 11 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണം വരയ്ക്കുക. എന്താ ക്വസ്റ്റ്യൻ? 11 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണം വരയ്ക്കുക. എന്താ സമഭുജ ത്രികോണം? എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണത്തെയാണ് നമ്മൾ എന്ത് പറയല്? സമഭുജ ത്രികോണം എന്ന് പറയല്. മനസ്സിലായില്ലേ? എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണത്തെ സമഭുജ ത്രികോണം എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് എത്രയാണ് ചുറ്റളവ് തന്നിട്ടുള്ളത്? നോക്കിയേ, 11 സെൻറ്റിമീറ്റർ അല്ലേ? എത്രയാണ്? 11 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പെരിമീറ്റർ അല്ലേ? ചുറ്റളവിൻ്റെ ഇംഗ്ലീഷ് പേരാണെന്നത് പെരിമീറ്റർ ഓർ ചുറ്റളവ്. ചുറ്റളവ് സമം എത്ര തന്നിട്ടുണ്ട്? 11 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം സമഭുജ ത്രികോണത്തിന് എത്ര വശമുണ്ട്? 3 വശമല്ലേ? അപ്പോൾ 3a സമം എത്രയാണ്? 11 സെൻറ്റിമീറ്റർ. എ എത്രയായിരിക്കും? ഈ 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഹരിച്ചതാണ് എ അല്ലേ? വശം എ എന്ന് പറയുന്നത് 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. നമുക്കറിയാം 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈക്വൽ വശം കിട്ടുകയില്ല അല്ലേ? തുല്യമായൊരു വശം കിട്ടുകയില്ല. കാരണം നമുക്ക് സമഭുജ ത്രികോണമാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കണ്ടേ? അപ്പോൾ എ തുല്യമായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന 11നേക്കാളും ചെറിയ സംഖ്യ എന്ന് നോക്കാം. നമുക്കറിയാം ഏതാ? 9 ഹരിക്കാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആദ്യം ഈ തന്ന പെരിമീറ്റർ അല്ലേ? പെരിമീറ്ററിൻ്റെ അളവ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു നേർരേഖ വരക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 11 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു നേർരേഖ വരച്ചു. കണ്ടോ? വരച്ചു. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന്, കണ്ടോ, ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് ഒരു വര വരക്കാം. അത് എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 9 സെൻറ്റിമീറ്റർ എടുക്കാം. നമുക്ക് എന്താ വെച്ചാൽ 3നെ കൊണ്ട് നമുക്ക് സമഭാഗം ചെയ്യാൻ പറ്റുന്നൊരു സംഖ്യ 9 അല്ലേ? 3നെ നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ടായിരിക്കാൻ പറ്റൂലേ? പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര എടുത്തു? ഇങ്ങോട്ട് ഈ പോയിന്റിൽ നിന്ന് ചെരിഞ്ഞിട്ട് എത്ര സെൻറ്റിമീറ്റർ എടുത്തു? 9 സെൻറ്റിമീറ്റർ എടുത്തു. കണ്ടോ? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് എത്ര സെൻറ്റിമീറ്റർ എടുത്തു? 9 സെൻറ്റിമീറ്റർ. അവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള നീളം എത്രയാണ്? 9 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സമഭാഗങ്ങളാക്കാം അല്ലേ? അപ്പോൾ ആദ്യം ഇവിടെ വെച്ചു. 9നെ നമുക്ക് എത്ര സമഭാഗമാക്കാം? നമുക്ക് 3 വശമല്ലേ വേണ്ടത്? 3 വശമാണ് വേണ്ടത്. സമഭുജ ത്രികോണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വെച്ച് ഇതാക്കാം? 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് സമഭാഗങ്ങളാക്കാം. കണ്ടോ? 3, അടുത്തത് 6ലായിരിക്കും പോയിൻ്റ്, അടുത്തത് 9ലായിരിക്കും പോയിൻ്റ് അല്ലേ? നമുക്കിത് ചിലപ്പോൾ 8 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എങ്ങനെ എടുക്കാം? 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം? സമഭാഗങ്ങളാക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സെറ്റ് സ്ക്വയറും ഈ സ്കെയിലും ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്കിതിനെ പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര വരകൾ വരക്കാം. നോക്കിയേ, ഈ പോയിന്റിൽ കണ്ടോ? ഈ പോയിന്റിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഈ സെറ്റ് സ്ക്വയർ ഈ മട്ടം ഇങ്ങനെ വെക്കുക, ചേർത്ത് വെക്കുക. അതിനുശേഷം ഈ സ്കെയില് ഈ മട്ടത്തോട് ഇങ്ങനെ ചേർത്ത് വെക്കുക. കണ്ടോ? ഇതെന്തിനാണെന്നറിയോ? ഈ സ്കെയില് ചേർത്ത് വെക്കുന്നത് ഈ മട്ടം നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ വരക്കുമ്പോൾ അപ്പുറത്തെ അടുത്ത പോയിന്റ് എന്ത് ചെയ്യും? തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചേർത്ത് വെച്ച് എന്ത് ചെയ്യാം? ഈ സെറ്റ് സ്ക്വയർ മെല്ലെ നീക്കിയാൽ മതി. അപ്പോൾ പോയിന്റ് മാറുകയില്ല. ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് ആദ്യം ഒരു സമാന്തര ലൈൻ വരച്ചു, അല്ലെങ്കിൽ സമാന്തര വര വരച്ചു. അതിനുശേഷം ഈ സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക? അപ്പോൾ അതൊക്കെ ഇങ്ങനെ നീക്കാം. കണ്ടോ? നീക്കിയില്ലേ? അടുത്ത പോയിന്റിൽ വെച്ചു. കണ്ടോ? ഈ സ്കെയിലിന് അനക്കം വന്നിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടുന്ന് ഇവിടേക്കൊരു ലൈൻ വരച്ചു. അതിനുശേഷം ഈ സെറ്റ് സ്ക്വയർ പതുക്കെ ഇങ്ങനെ നീക്കിയിട്ട് അടുത്ത പോയിന്റിലേക്ക് വെച്ചു. കണ്ടോ? അടുത്ത പോയിന്റിലേക്ക് വെച്ചു. അതിനുശേഷം ഇവിടുന്നും ഈ പോയിന്റിൽ നിന്ന് താഴത്തെ ലൈനിലേക്ക് എന്ത് ചെയ്തു? ഒരു സമാന്തര വര വരച്ചു. ഇപ്പോൾ 3 അല്ലേ സമഭാഗങ്ങളായി കിട്ടിയില്ലേ? നമ്മുടെ ഈ 11 സെൻറ്റിമീറ്റർ ഉള്ള വരേനെ നമുക്ക് എന്ത് ചെയ്തു? 3 സമഭാഗങ്ങളായി വിരിച്ചു. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇനി നമുക്ക് എന്താ വരക്കേണ്ടത്? സമഭുജ ത്രികോണമാണ് വരക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, കോമ്പോസ് എടുത്തിട്ട് അതിൽ പെൻസിൽ ഘടിപ്പിക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ കണ്ടോ? ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടേക്ക് ഇതിൻ്റെ നീളം എത്രയാണോ അത്ര സെറ്റ് ചെയ്യുക. കാരണം ഈക്വൽ പാർട്സ് അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം എടുത്താൽ മതി. ഈടുന്ന് ഈർത്തക്കില്ല ഭാഗമോ ഈടുന്ന് ഈർത്തക്കില്ല ഭാഗമോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം.
എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ചാപം ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ടോ? അതുപോലെ തന്നെ ഇവിടെയും കുത്തിയിട്ട് എന്ത് ചെയ്യാം, ഒരു ചാപം ഇങ്ങനെ വരച്ചു കൊടുക്കാം, ഒരു ആർക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയത് കണ്ടില്ലേ? ഇനി ഈ പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. കണ്ടോ? ഇവിടെ ഒരു മധ്യബിന്ദു കിട്ടിയില്ലേ? ഈ രണ്ട് ചാപങ്ങൾ ചേർന്ന ഒരു ബിന്ദു ഇവിടെ കിട്ടി. ആ ബിന്ദുവിൽ നിന്ന് ഇവിടെ ഇവിടേക്ക് ഒരു പോയിന്റ് വരക്കുക. കണ്ടോ? അതേപോലെ ഇവിടെ നിന്ന് ഈ ബിന്ദുവിലേക്ക് ഒരു പോയിന്റ് ഇല്ലെങ്കിൽ വര വരക്കുക. മനസ്സിലായില്ലേ? ഈ ബിന്ദുവിൽ നിന്ന് ഇവിടേക്ക് ഒരു വര വരച്ചു, അതേപോലെ തന്നെ ഈ ബിന്ദുവിൽ നിന്ന് ഈ ബിന്ദുവിലേക്ക് ഒരു വര വരച്ചു. ഈ ഭാഗങ്ങൾ മൂന്നും എന്താണ്? തുല്യമാണ്. ഇതൊരു സമഭുജ ത്രികോണമാണ്. മനസ്സിലായില്ലേ? ആദ്യം ഒരു 11 സെൻറ്റിമീറ്റർ ചുറ്റളവ് തന്ന് ആദ്യം ലെങ്ത്ത് എടുക്കുക. ആ ലെങ്ത്തിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അതിനുശേഷം ചെരിഞ്ഞൊരു വര എടുക്കുക. ഈ ചെരിഞ്ഞ വര വരക്കുമ്പോൾ എന്ത് ചെയ്യണം? തന്ന ചുറ്റളവിനേക്കാളും ചെറിയ അളവിലുള്ള വര എടുക്കണം. നമുക്ക് അതുപോലെ തന്നെ എത്ര വശമുള്ളതാണ്? 3 വശമല്ലേ? അപ്പോൾ ഈക്വൽ പാർട്സ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കണം. അപ്പോൾ 3 വശം അതുകൊണ്ട് നമുക്ക് 9 എന്ത് ചെയ്യാം? ഈക്വൽ ഭാഗങ്ങളാക്കാൻ പറ്റൂലേ? പറ്റും. 6 ആണെങ്കിൽ ഈക്വൽ ഭാഗമാക്കാം. 8 ആണെങ്കിലും 2, നമുക്ക് ഏത് സംഖ്യ വേണമെങ്കിൽ എടുക്കാം. 3 തന്നെ എടുക്കണമെന്നില്ല, 2 വെച്ചിട്ട് എന്തെടുക്കാം? ഈക്വൽ ഭാഗം എത്ര എടുത്താൽ മതി? 8 എടുത്താൽ മതി അല്ലേ? അങ്ങനെ ഇഷ്ടമുള്ള സംഖ്യ നമുക്ക് എടുക്കാം. പക്ഷെ എന്ത് ചെയ്യണം? നമുക്ക് സമഭാഗങ്ങളാക്കാൻ പറ്റണം. അപ്പോൾ ഈ കണക്ക് മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ എന്ത് ഇവിടെ കിട്ടി? ഒരു സമഭുജ ത്രികോണം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരം വരയ്ക്കുക. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരമാണ് വരക്കേണ്ടത് അല്ലേ? നമുക്കറിയാം ഒരു സമചതുരത്തിന് എത്ര വശമുള്ളത്? ഒരു സമചതുരത്തിന് 4 വശം അല്ലേ? 4 വശമാണ്. അതുപോലെ തന്നെ സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം എന്താണ്? തുല്യമാണ് അല്ലേ? സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം എന്താണ്? തുല്യമാണ്. കണ്ടോ? ഇത് എ ആണെങ്കിൽ ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എത്ര തന്നിട്ടുണ്ട്? ചുറ്റളവ് ഓർ പെരിമീറ്റർ ചുറ്റളവ് സമം എത്ര തന്നിട്ടുണ്ട്? ഓക്കെ, 15 സെൻറ്റിമീറ്റർ അല്ലേ? അതെ. ഇവിടെ എത്ര എ ഉണ്ട്? 4 വശമില്ലേ? 4a സമം 15 സെൻറ്റിമീറ്റർ നടത്തു. എ എത്രയായിരിക്കും? 15a/4 അല്ലേ? നമുക്ക് 15നെ തുല്യമായി വിരിക്കാൻ പറ്റുമോ? ഇല്ല, പോയിന്റുകൾ വരും അല്ലേ? കൃത്യമായി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന് പകരം ഈ 15 സെൻറ്റിമീറ്റർ ചുറ്റളവ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരക്കും. അതിനുശേഷം അതിനേക്കാളും ചെറിയ അളവ് 4 പോകുന്ന സംഖ്യ അല്ലേ ഏതാണെന്ന് നോക്കിയിട്ട് അതിനൊരു ഓപ്പോസിറ്റായിട്ടൊരു ചെരിഞ്ഞ വര വരക്കും. ചെയ്താലോ നമുക്ക്? ആദ്യം എന്ത് ചെയ്തു? 15 സെൻറ്റിമീറ്റർ നീളം വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു. കണ്ടോ? 15 സെൻറ്റിമീറ്റർ നീളം വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ അല്ലേ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ചെരിഞ്ഞിട്ടൊരു വര വരക്കണം. എന്തിനാ? അത് ഈ 15നെ നമുക്ക് തുല്യ ഭാഗത്തിൽ വീതിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിയാൽ ഇവിടെ 15 അല്ലേ? അപ്പോൾ 15നേക്കാളും ചെറിയ സംഖ്യ ഏതാ? 4 പോകുന്നത് 12ൽ പോകും അല്ലേ? 12ൽ 4 പോകും. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പോൾ നമുക്കറിയാം എത്ര സമഭാഗങ്ങളാക്കേണ്ടത്? ഇവിടെ 4 വശങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര സമഭാഗങ്ങളാക്കണം? 4 സമഭാഗങ്ങളാക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം ഇവിടെ വെച്ചിട്ട് എത്ര സെൻറ്റിമീറ്റർ എടുക്കാം? 12 സെൻറ്റിമീറ്റർ എടുക്കാം. ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്ര എടുക്കാം? 12 സെൻറ്റിമീറ്റർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? അതിനെ 4 ഈക്വൽ ഭാഗം 4 സമഭാഗങ്ങളാക്കണ്ടേ? അപ്പോൾ എത്ര വെച്ചെടുക്കണം? 3 സെൻറ്റിമീറ്റർ വെച്ചെടുക്കണം. നമുക്കറിയാം 4 ഗുണിക്കണം 3 എത്ര? 12. അപ്പോൾ എന്ത് വെച്ചെടുക്കാം? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 1, രണ്ടാമത്തെ പോയിൻ്റ്, പിന്നെയോ 3ാമത്തെ പോയിൻ്റ്, 4ാമത്തെ പോയിൻ്റാണ് 12 അല്ലേ? ഇനി എന്ത് ചെയ്യാം? പോയിന്റുകൾ അടയാളപ്പെടുത്തി ഇതൊന്ന് എത്ര സെൻറ്റിമീറ്ററാണ്? 3 സെൻറ്റിമീറ്റർ തന്നെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ മട്ടവും സ്കെയിലും ഉപയോഗിച്ച് പാരലൽ ലൈൻ വരക്കാം, അല്ലെങ്കിൽ സമാന്തര വരകൾ വരക്കാം. നോക്കിയേ, ആദ്യം ഈ പോയിന്റുകൾ നേരെ കൃത്യമായി ഈ ലംബവശം സെറ്റ് ചെയ്ത് വെച്ചു അല്ലേ? ഇവിടത്തേക്ക് ഈ പോയിന്റുകൾക്ക് നേരെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ സ്കെയിൽ അടുപ്പിച്ച് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ നിന്ന് താഴത്തെ വരയിലേക്കുള്ളതിലേക്ക് എന്ത് ചെയ്യാം? താഴത്തെ പോയിന്റിലേക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി പതുക്കെ ഈ സെറ്റ് സ്ക്വയർ മെല്ലെ നീക്കിയിട്ട് അടുത്ത പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യാം? ഒരു സമാന്തര വര വരച്ചു കൊടുക്കാം.
എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, മെല്ലെ സെറ്റ് സ്ക്വയർ താഴോട്ട് നീക്കുക. അപ്പോൾ അടുത്ത പോയിൻ്റ് കാണും. പിന്നെ എന്ത് ചെയ്യണം, അവിടെ നിന്നും ഒരു ലൈന് താഴോട്ട് വരച്ചു കൊടുക്കുക. അതേപോലെ പിന്നെയും അവസാനത്തെ ഒരു പോയിൻറ്റും കൂടിയില്ലേ, അവിടെ നിർത്തുക. അതിനുശേഷം അവിടെ എന്ത് ചെയ്യാം, ഒരു ലൈനും കൂടെ അല്ലെങ്കിൽ ഒരു സമാന്തര വര കൂടെ എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കുക. ഇപ്പം നമുക്ക് കിട്ടിയില്ലേ, 4 ഈക്വൽ പാർട്സായി കിട്ടി. എത്ര സെൻറ്റിമീറ്ററാണ്? 15 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം, നമുക്കറിയാം ഈ സമചതുരത്തിൻ്റെ എല്ലാ കോണുകളും എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ. അകക്കോണുകളെല്ലാം 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യാം, 90 ഡിഗ്രി ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് 90 ഡിഗ്രി ലംബവശം ഒരു ലൈന് വരക്കാം. കണ്ടോ, ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, 90 ഡിഗ്രി വരക്കുന്നുണ്ട്. നേരെ വരക്ക് സെറ്റായിട്ട് എന്ത് ചെയ്യണം, 90 ഡിഗ്രി വരക്കണം. അതേപോലെ തന്നെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 90 ഡിഗ്രി വരക്കുന്നുണ്ട്. അതിൻ്റെ മൂല കുറച്ച് പോയിന്, അതാ കുറച്ച് നേരെ വെക്കാൻ ബുദ്ധിമുട്ട്. നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വെച്ചിട്ട് വരക്കണം. അങ്ങനെ 90 ഡിഗ്രി 2 ലംബ വരകൾ വരച്ചു. അതിനുശേഷം ഈ നമ്മുടെ കോമ്പോസ് എടുത്തിട്ട് അതിൽ പെൻസിൽ ഘടിപ്പിക്കുക. ഘടിപ്പിച്ചതിന് ശേഷം കണ്ടോ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള നീളം എത്രയാണോ അത് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ നിന്നൊരു ചാപം വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ പോയിന്റിലും കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരു ചാപം വരച്ചു കൊടുക്കുക. പോയിന്റ് നമ്മൾ കുത്തുമ്പോൾ തെറ്റാൻ പാടില്ല, സ്ലിപ്പായി പോകാൻ പാടില്ല, അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ 2 പോയിന്റ് കിട്ടിയില്ലേ, ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കൊരു വര വരക്കുക. കണ്ടോ, ഇവിടെ നിന്ന് ഇവിടേക്കൊരു വര വരക്കുക. കണ്ടോ, ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ഒരു സമചതുരം കിട്ടി അല്ലേ. ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവും തുല്യമായൊരു സമചതുരം കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സമാന്തര വരകൾ ഉപയോഗിച്ച് ഒരു സമചതുരം വരക്കുന്നത്. ശ്രദ്ധിച്ച് വരച്ചാൽ തന്നെ കൃത്യമായ അളവിൽ നമുക്ക് ലഭിക്കും. ഇതിപ്പോൾ ഞാൻ ഇത്രയും വലിയ കോമ്പോസ് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്. എന്നാലും സമചതുരം തന്നെയാണ്, നിങ്ങൾ വരക്കുമ്പോൾ കുറച്ചും കൂടെ വൃത്തിക്ക് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇതേപോലെ ഇതേ രീതിയിലെടുത്ത് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 20 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമഷഡ്ഭുജം വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 20 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമഷഡ്ഭുജം വരയ്ക്കുക. എന്താ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ അല്ലേ, 6 വശങ്ങളുള്ള ചതുർഭുജത്തെയാണ് നമ്മൾ എന്ത് പറയൽ, ഷഡ്ഭുജം എന്ന് പറയൽ. ഇനി എന്ത് ചെയ്യാം, ആദ്യം നമുക്കൊരു ഷഡ്ഭുജം വരച്ചു നോക്കാം. എങ്ങനെയാണ് ഒരു ഷഡ്ഭുജം വരക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയല്ലേ, നോക്കിയേ, ഏകദേശം എങ്ങനെയാണെന്ന് ഞാൻ വരച്ചാണ് ആ ഒരു ഷഡ്ഭുജം എങ്ങനെയാണ് വരക്കലെന്ന്. പക്ഷെ സമമായിരിക്കണം, തുല്യമായിരിക്കണം. ഞാനൊരു റഫായിട്ടാണ് വരക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് തുല്യമാവാൻ സാധ്യതയില്ല. നിങ്ങൾ വരക്കുമ്പോൾ എന്ത് ചെയ്യണം, തുല്യം എങ്ങനെയുള്ള ഷേപ്പാണെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഏകദേശം ഇങ്ങനെയുള്ളൊരു ഷേപ്പ്, ഇത് കൃത്യമായ അളവെടുത്താൽ ശരിക്കും ഷഡ്ഭുജം തന്നെയായി മാറും. 6 വശങ്ങളുള്ള എല്ലാ വശങ്ങളും എന്തായിരിക്കണം, തുല്യമായിരിക്കണം. എല്ലാ വശങ്ങളും തുല്യമായ ചതുർഭുജത്തെയാണ് എന്ത് പറയൽ, സമഷഡ്ഭുജം എന്ന് പറയൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വരക്കുന്നത് നോക്കാം. ഇതിൻ്റെ നോക്കിയ ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാ ചുറ്റളവ് സമം എത്ര തന്നിട്ടുണ്ട്, 20 സെൻറ്റിമീറ്റർ അല്ലേ. 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എത്ര വശമുണ്ട്, 6 വശമല്ലേ. അപ്പോൾ 6A സമം 20 എന്ന് എടുക്കുക. എ എത്രയായിരിക്കും, 20നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇത് തുല്യമായി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, 20നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, പോയിന്റ് വരും അല്ലേ. അപ്പോൾ കൃത്യമായി നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഏതെന്ന് നോക്കാം. അപ്പോൾ 20നേക്കാളും താഴെ വരുന്ന സംഖ്യ ഏതാ, 18 അല്ലേ. 18 എന്ത് ചെയ്യാം, കൃത്യമായി നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 6 ഗുണിക്കണം 3 18. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം 20 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. കണ്ടോ, ഇവിടുന്ന് ഒരു 5 സെൻറ്റിമീറ്റർ എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചിത്രം വായിക്കുന്നു. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര കിട്ടി, ഇവിടുന്ന് ഇവിടത്തേക്ക് 15 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ എത്രയാവും,
20 സെൻറ്റിമീറ്റർ ആവും. ഇപ്പോൾ ഇതെത്രയായി? 20 സെൻറ്റിമീറ്റർ ആയ ഒരു നേർരേഖയല്ലേ. ഇനി അതിനുശേഷം നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് 20നേക്കാളും താഴെ ചെറിയ സംഖ്യ ഏതാണോ 6ൽ പോകുന്ന ആ സംഖ്യ എടുക്കാം. നമുക്ക് എത്രയാണ് എടുത്തത്? 18 അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 18 സെൻറ്റിമീറ്ററായ ഒരു നേർരേഖ ചെരിഞ്ഞിട്ട് വരക്കുക. കണ്ടോ? ചെരിഞ്ഞിട്ടുള്ളൊരു നേർരേഖ വരച്ചു. ഇവിടത്തേക്ക് 15ആയി, പിന്നെ ഒരു 3 കൂടെ വേണം. കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 കൂടെ വരച്ചു. ഇപ്പോൾ ടോട്ടൽ എത്രയായി? 18. കുറച്ച് ചെരിയുണ്ട്, നിങ്ങൾ വരക്കുമ്പോൾ കൃത്യമായ അളവെടുത്ത് വരക്കുക കേട്ടല്ലോ. ഇത് ടോട്ടൽ എത്രയാണ്? 18 സെൻറ്റിമീറ്റർ. അതിനുശേഷം നോക്കിയതിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. എത്ര സമഭാഗങ്ങളാക്കണം? നമുക്കറിയാം 6 വശങ്ങളുള്ള ഷഡ്ഭുജമാണ് വരക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എത്ര സമഭാഗങ്ങളാക്കണം? 6 ആക്കണം. 6 ആക്കണമെങ്കിൽ ഒന്ന് എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 3 സെൻറ്റിമീറ്റർ വെച്ച് എടുക്കണം അല്ലേ. നോക്കാം, എടുത്താലോ. 3 അടുത്തതിൽ വരും, 6ൽ വരും. അടുത്ത പോയിൻ്റ് 9, അത് കഴിഞ്ഞിട്ടോ 12, അത് കഴിഞ്ഞിട്ട് 15, അത് കഴിഞ്ഞിട്ട് 18. മനസ്സിലായില്ലേ? അപ്പോൾ 1, 2, 3, 4, 5, 6 പോയിൻ്റായി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെറ്റ് സ്ക്വയർ എടുക്കുക, മട്ടെടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൃത്യമായ അളവ് അല്ലേ പോയിന്റിലേക്ക് നേരെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ സ്കെയിൽ ഇവിടെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം, എന്നാലേ നമുക്ക് സ്കെയിൽ നീക്കാൻ പറ്റുള്ളൂ. കൃത്യമായ രീതിയിൽ സ്കെയിൽ നീക്കാൻ പറ്റുള്ളൂ. കണ്ടോ? ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഈ സ്കെയിൽ ഇവിടെ വെക്കുക. കാരണം മട്ടം എന്ത് ചെയ്യാൻ പാടില്ല? നീങ്ങാൻ പാടില്ല. ഇവിടെ നിന്ന് ഇവിടേക്കൊരു സമാന്തര വര ലൈൻ വരച്ചു. അതിനുശേഷം ഇത് പതുക്കെ ഇങ്ങോട്ട് നീക്കുക. കണ്ടോ? ഇപ്പോൾ അടുത്ത പോയിൻ്റ് കിട്ടി. ഇവിടെ നിന്നൊരു വര ഇവിടത്തേക്ക് വരച്ചു കൊടുത്തു, ഇവിടെ നിന്നും ഒരു വര അടുത്ത ലൈനിലേക്ക് വരച്ചു കൊടുത്തു. വീണ്ടും എന്ത് ചെയ്തു? പതുക്കെ ഈ സെറ്റ് സ്ക്വയർ നീക്കി. അതിനുശേഷം ഈ പോയിന്റിൽ നിന്നും കണ്ടോ? ഈ പോയിന്റിൽ നിന്ന് വീണ്ടും ഇവിടേക്കൊരു വര വരച്ചു കൊടുത്തു. പിന്നെയും നല്ല ഈ സെറ്റ് സ്ക്വയർ നീക്കി. സ്കെയിൽ അനങ്ങാൻ പാടില്ല. കണ്ടോ? ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലേ. ടോട്ടൽ എത്ര സമഭാഗങ്ങളാക്കണം? 6 ആക്കണ്ടേ? ആക്കണം. ഇനി ഇവിടെ ഒന്നും കൂടിയുണ്ട്. ഈ പോയിന്റിൽ നിന്നും കണ്ടോ? അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്ര സമഭാഗങ്ങളാക്കി? 6 ആക്കി. 1, 2, 3, 4, 5, 6. 6 സമഭാഗങ്ങളാക്കി. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എത്രയാണ് നമുക്കറിയാം. ഒരു ഷഡ്ഭുജത്തിൻ്റെ അകക്കോണിൻ്റെ തുക ഷഡ്ഭുജത്തിൻ്റെ അകക്കോണിൻ്റെ അകക്കോണിൽ ഒരു കോണിൻ്റെ തുക എന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇതെല്ലാം എത്ര തന്നെയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഈ 120 ഡിഗ്രി അടയാളപ്പെടുത്തണം. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഈ 120 ഡിഗ്രി എങ്ങനെ അടയാളപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഏത് പോയിൻ്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഈ പോയിൻറ്റും ഈ പോയിൻറ്റുമാണ് എടുക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ ആദ്യം കൃത്യമായി വെച്ചിട്ട് ഇവിടെ വെച്ച് ഇങ്ങോട്ടല്ലേ ആ വശം പോകേണ്ടത്. അതുകൊണ്ട് ഇവിടെ 120 ഡിഗ്രി അടയാളപ്പെടുത്തി. അതേപോലെ തന്നെ ഇവിടെയും കൃത്യമായി പോയിന്റിൽ വെച്ചിട്ട് ഇവിടെയും 120 ഡിഗ്രി നേരെ ഞാൻ എന്ത് ചെയ്തു? പോയിൻ്റ് ഇട്ട് കൊടുത്തു. കണ്ടോ? ഇവിടെയും ഞാൻ പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നോക്കിയേ, 2 പോയിൻറ്റുകൾ കിട്ടി അല്ലേ. 120 ഡിഗ്രി അടയാളപ്പെടുത്തിയ 2 പോയിൻറ്റുകൾ കിട്ടി. ഇതിന് ശേഷം നമ്മുടെ കോമ്പോസ് ഉപയോഗിച്ചിട്ട് കണ്ടോ? കോമ്പോസ് സെറ്റ് ചെയ്യുക. ഈ പോയിന്റിൽ കുത്തിയിട്ട് കണ്ടോ? എന്നിട്ട് ഇവിടെ ഒരു ചാപം വരച്ചെടുക്കുക. കണ്ടോ? അതേപോലെ ഇവിടെ നിന്നും ഈ പോയിന്റിൽ നേരെ ഒരു ചാപം വരച്ചു കൊടുക്കുക. ഇവിടെ ഒരു ചാപം വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെയും ഒരു ചാപം വരച്ചു കൊടുക്കുക. ഇനി നമുക്കറിയാം നമ്മൾ ഇവിടെയും പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടില്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? ഈ പെൻസിൽ എടുത്തിട്ട് എവിടെയാണോ നമ്മൾ ചാപം വരച്ചത് അതിന് നേരെയായിട്ട് ഈ പോയിന്റിൽ നിന്ന്
ഈ പോയിന്റിലേക്ക് ഒരു വര വരക്കുക. ഈ എവിടെയാണ് നമ്മൾ ചാപം വരച്ചത് ആ ചാപത്തിലേക്ക് ഒരു വര വരക്കുക. അതേപോലെ ഇവിടെയും ഈ പോയിന്റിന് നേരെ എവിടെയാണോ നമ്മൾ 20 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതിന് കണക്കായിട്ട് ഈ ചാപത്തിലേക്ക് ഒരു വര വരച്ചു കൊടുക്കും. കണ്ടോ? അപ്പം നമുക്ക് 2 വശങ്ങൾ കിട്ടി അല്ലേ? 1 2 താഴെ ഒരു വശമില്ലേ? ടോട്ടൽ ഇപ്പോൾ എത്രയായി? 3 വശമായി അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അല്ലേ, ഈ വരക്ക് നേരെ വെച്ചിട്ട് നമ്മളൊരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ ഈ 90 ഡിഗ്രിയിലെ പോയിന്റ് വെക്കുക. കണ്ടോ? വെച്ചു. അതിനുശേഷം 120 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇവിടെ എങ്ങോട്ട് വരും? ഇനി ഇങ്ങോട്ടല്ലേ പോകേണ്ടത് വശം? ഇങ്ങോട്ടായി. ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, 120 ഡിഗ്രി ഇവിടെയാണ് അല്ലേ? ഇവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി. അതേപോലെ ഇവിടെ ഇവിടെ വെച്ചിട്ട് നമ്മൾ എവിടെയാണോ ഇത് ചാപം വരച്ചത് ആ ചാപത്തിൻ്റെ ആ പോയിന്റിലേക്ക് തന്നെ കൃത്യമായി വെച്ചിട്ട് എന്ത് ചെയ്യണം? വര ശ്രദ്ധിക്കണം വരക്കുമ്പോൾ. വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടും എന്ത് ചെയ്യുക? 120 ഡിഗ്രി അടയാളപ്പെടുത്തുക. വീട് അടയാളപ്പെടുത്തി. കണ്ടോ? ഇനി എന്ത് ചെയ്യാം? സ്കെയിലെടുത്തിട്ട് സ്കെയിലല്ല, ഇനി എന്ത് ചെയ്യുക? കോമ്പോസ് എടുത്തിട്ട് നമ്മളെ പെൻസിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഈ കോമ്പോസ് ലേശം ലൂസുണ്ട്, അതുകൊണ്ട് ചിലപ്പം ഇതിൻ്റെ വശങ്ങളെല്ലാം തുല്യമായി കിട്ടണമെന്നില്ല. ഈ പോയിന്റിൽ കുത്തിയെടുത്ത് തന്നെ ഒന്നും കൂടെ കുത്തിയിട്ട് ഒന്നളവ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ചാപം അടയാളപ്പെടുത്തിയുടെ ഒരു പോയിന്റിൽ ഈ വശം ഈ 120 ഡിഗ്രി അടയാളപ്പെടുത്തിയുടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ കുത്തുക. കുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക? ഇവിടെ ഒരു ചാപം വരക്കുക. മനസ്സിലായില്ലേ? അതേപോലെ എന്ത് ചെയ്യുക? ഇവിടെയും കുത്തിയിട്ട് ഒരു ചാപം വരച്ചു കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ ഇവിടെ 2 പോയിന്റ് വന്നില്ലേ? ഇനി എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ 120 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടേ അതിലേക്കൊരു ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ? ഇവിടെയാണ് ഞാൻ വരച്ച ലൈൻ. പക്ഷേ ഈ ലൈനിന് നേരെ ഈ എവിടെയാണോ 120 ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതിന് നേരെ സ്കെയിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ ചാപത്തിലേക്കാണ് നമ്മൾ ഈ പോയിന്റ് മുട്ടിക്കേണ്ടത്. കണ്ടോ? ഈ ചാപത്തിലേക്ക് മുട്ടിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ എന്താ, നേരത്തെ ഈ സൈഡിൽ നിന്ന് നമ്മൾ 120 ഡിഗ്രി അടയാളപ്പെടുത്തിയൊരു പോയിന്റ് ഇവിടെയുണ്ട്, ആ പോയിന്റിന് നേരെ സ്കെയിൽ ചേർത്ത് വെക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഈ ചാപത്തിലേക്ക് എന്ത് ചെയ്യുക? ഒരു വര വരച്ചു കൊടുക്കുക. ഇനി നോക്കിയേ, ഇനി ബാക്കി ഇവിടെ അല്ലേ ഉള്ളൂ അല്ലേ? ഇവിടെയാണുള്ളത്. അതിനുശേഷം ഇവിടേക്ക് ഈ പോയിന്റുകൾ തമ്മിൽ ചേർത്ത് കൊടുക്കുക. കണ്ടോ? ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു ഷഡ്ഭുജം കിട്ടി അല്ലേ? ഒരു സമമായ ഷഡ്ഭുജം. ഇത് ശരിക്കും നമ്മൾ അളവ് കൃത്യമായി എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഷഡ്ഭുജം കിട്ടും. ഇതെൻ്റെ കോമ്പോസ് വലുതായത് കൊണ്ട് ചെറിയ സംഖ്യകളെല്ലാം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ചെറിയൊരു വ്യത്യാസം, എന്നാലും ഏകദേശം ഒരു ഷഡ്ഭുജമായി വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യുക? കൃത്യമായ രീതിയിൽ ചെയ്തെടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പം നോക്ക്. അപ്പോൾ ഒരു വശം എത്രയാണെന്ന് കിട്ടി? നമുക്കറിയാം 20നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 3 6 18 അല്ലേ? 18 എത്ര കിട്ടും? 20 18 കുറച്ചാൽ എത്ര? 2. ആദ്യം 20 വരും, ഇവിടെ പോയിന്റ് ഇടും അല്ലേ? 0 2 ശിഷ്ടം 2 വരും. അപ്പോൾ നമുക്ക് ഹരിക്കാൻ പറ്റില്ല, അപ്പോൾ 0 ചേർക്കും, അപ്പോൾ ഇവിടെ പോയിന്റ് വരും. പിന്നെ നമ്മൾ 3 എടുക്കും, അപ്പോൾ 3.3 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 3.3 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടുന്നുണ്ടല്ലേ? കൃത്യമായി 3.3 ഇവിടെ വരുന്നുണ്ട്. കണ്ടോ? ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ്? 3.3 സെൻറ്റിമീറ്റർ ആണല്ലേ? 3.3 സെൻറ്റിമീറ്റർ ആയ അല്ലേ? 3.3 സെൻറ്റിമീറ്റർ വശമുള്ളൊരു ഷഡ്ഭുജമാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ എങ്ങനെ വരക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെറിയ പെൻസിലും സ്കെയിലും എല്ലാം ആയതുകൊണ്ട് തന്നെ അല്ലേ, കോമ്പോസ് ചെറുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായ അളവിൽ ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ ഇന്നത്തെ ഈ 3 അല്ലേ കണക്കും അല്ലെങ്കിൽ ഇന്നത്തെ 3 ആക്ടിവിറ്റിയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് നമുക്ക് പിരിയാം. നന്ദി, നമസ്കാരം.